ശാസ്ത്രലോകം. ശാസ്ത്രലോകത്തിൽ ഇന്ന് ഭക്ഷ്യസാങ്കേതിക വിദ്യയിലെ നൂതന പ്രവണതകൾ. കൊല്ലം TKM ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ ഫുഡ് ടെക്നോളജി വിഭാഗം പ്രൊഫസറും ഡീൻ റിസർച്ചുമായ ഡോക്ടർ R. സിന്ധു സംസാരിക്കുന്നു. ഭക്ഷ്യവ്യവസായം നിരന്തരം വികസിച്ചുകൊണ്ടിരിക്കുന്നു. ഭക്ഷ്യസുരക്ഷ, ഗുണനിലവാരം, സുസ്ഥിരത എന്നിവ നിലനിർത്തുന്നതിൽ നൂതന സാങ്കേതിക വിദ്യകൾ നിർണായകമായ പങ്കുവഹിക്കുന്നു. ഭക്ഷണ പദാർത്ഥങ്ങളുടെ ഗുണനിലവാരം നിലനിർത്തുന്നതിൽ പാക്കേജിംഗ് ടെക്നോളജി നിർണായക പങ്കുവഹിക്കുന്നു. ചില നൂതനമായ പാക്കേജിംഗ് ടെക്നിക്കുകൾ ഇവയൊക്കെയാണ്: ആക്റ്റീവ് പാക്കേജിംഗ്, സ്മാർട്ട് പാക്കേജിംഗ്, ഭക്ഷ്യയോഗ്യമായ പാക്കേജിംഗ്, പരിഷ്കരിച്ച അന്തരീക്ഷ പാക്കേജിംഗ്, വാക്വം പാക്കേജിംഗ്, എസെപ്റ്റിക് പാക്കേജിംഗ്, നാനോ ടെക്നോളജി അടിസ്ഥാനമാക്കിയുള്ള പാക്കേജിംഗ്, 3D പ്രിന്റിംഗ് പാക്കേജിംഗ്, കമ്പോസ്റ്റബിൾ പാക്കേജിംഗ് എന്നിവയാണ്. സംഭരണ കാലാവധി വർദ്ധിപ്പിക്കുന്നതിനും ഭക്ഷണത്തിൻ്റെ ഗുണനിലവാരം മെച്ചപ്പെടുത്തുന്നതിനുമായി വാതകങ്ങൾ, ഈർപ്പം അല്ലെങ്കിൽ സുഗന്ധങ്ങൾ എന്നിവ ആഗിരണം ചെയ്യുകയോ പുറത്തുവിടുകയോ ചെയ്യുന്ന സജീവമായ ഘടകങ്ങൾ ആക്റ്റീവ് പാക്കേജിങ്ങിൽ ഉൾപ്പെടുന്നു. ഭക്ഷണത്തിൻ്റെ ഗുണനിലവാരം, താപനില, ഈർപ്പം എന്നിവ നിരീക്ഷിക്കുന്നതിന് സ്മാർട്ട് പാക്കേജിംഗ് സെൻസറുകൾ അല്ലെങ്കിൽ RFID ടാഗുകൾ ഉപയോഗിക്കുന്നു. ഇത് തത്സമയ ട്രാക്കിങ്ങിനും കണ്ടെത്തലും ഉറപ്പാക്കുന്നു. സസ്യാധിഷ്ഠിത പോളിമറുകൾ അല്ലെങ്കിൽ മെഴുക് പോലുള്ള പ്രകൃതിദത്തവും ഭക്ഷ്യയോഗ്യവുമായ വസ്തുക്കളിൽ നിന്ന് നിർമ്മിച്ച ഭക്ഷ്യയോഗ്യമായ പാക്കേജിംഗ് മാലിന്യങ്ങൾ കുറയ്ക്കുന്നതിനും പരമ്പരാഗത പാക്കേജിങ്ങിന് ഒരു സുസ്ഥിരമായ ബദൽ നൽകുകയും ചെയ്യുന്നു. ദ്രവിച്ചു പോകുന്ന പാക്കേജിംഗ് സാമഗ്രികളായ PHA, PHB, PLA എന്നിവയുടെ ഉപയോഗം പ്ലാസ്റ്റിക് മാലിന്യങ്ങളും പരിസ്ഥിതി മലിനീകരണവും കുറയ്ക്കുന്നു. പരിഷ്കരിച്ച അന്തരീക്ഷ പാക്കേജിംഗ് സംഭരണ കാലാവധി വർദ്ധിപ്പിക്കുന്നതിനും പുതുമ നിലനിർത്തുന്നതിനും സഹായിക്കുന്നു. ഈ പാക്കേജിങ്ങിൽ വായുവിനു പകരം ഗ്യാസ് മിശ്രിതം നൽകുന്നു. എസെപ്റ്റിക് പാക്കേജിംഗ് അണുമുക്തമായ ഉപകരണങ്ങളും പാക്കേജിംഗ് സാമഗ്രികളും ഉപയോഗിക്കുന്നതുമൂലം മലിനീകരണം തടയുന്നതും സംഭരണ കാലാവധി വർദ്ധിപ്പിക്കുന്നതിനും ഇടയാകുന്നു. നാനോ ടെക്നോളജി അടിസ്ഥാനമാക്കിയുള്ള പാക്കേജിങ്ങിൽ നാനോ കണങ്ങൾ പാക്കേജിംഗ് മെറ്റീരിയലിൻ്റെ രൂപഘടനയെ മെച്ചപ്പെടുത്തുന്നു. 3D പ്രിന്റിംഗ് പാക്കേജിംഗ് വഴി ഇഷ്ടാനുസൃതമായ പാക്കേജിംഗ് രൂപങ്ങളും ഘടനകളും സൃഷ്ടിക്കുന്നു. ഇതുമൂലം പാക്കേജിംഗ് മെറ്റീരിയൽ മാലിന്യങ്ങൾ കുറയ്ക്കുകയും പാക്കേജിംഗ് കാര്യക്ഷമത മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നു. നൂതനമായ പാക്കേജിംഗ് ടെക്നോളജിയുടെ പ്രധാനമായ പ്രയോജനങ്ങൾ സംഭരണ കാലാവധി മെച്ചപ്പെടുത്തുന്നു, മെച്ചപ്പെട്ട ഭക്ഷ്യസുരക്ഷ, സുസ്ഥിരത, മാലിന്യം കുറയ്ക്കൽ ഇവയൊക്കെയാണ്. ഭക്ഷ്യ ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരവും സുരക്ഷയും പോഷകമൂല്യം നിലനിർത്തുന്നതുകൊണ്ട് അവയുടെ സംഭരണ കാലാവധി വർദ്ധിപ്പിക്കുന്നതിന് ഉപയോഗിക്കുന്ന നൂതനമായ രീതികളാണ് നവീന ഭക്ഷ്യ സംസ്കരണ സാങ്കേതിക വിദ്യകൾ. ഉയർന്ന മർദ്ദം ഉപയോഗിച്ചുള്ള പ്രോസസ്സിംഗ്, പൾസ് ഇലക്ട്രിക് ഫീൽഡുകൾ, അൾട്രാസൗണ്ട് പ്രോസസ്സിംഗ് എന്നിവയാണ് ചില നൂതന ഭക്ഷ്യ സംരക്ഷണ സാങ്കേതിക രീതികൾ. ഇലക്ട്രോൺ ബീം വികിരണം, എക്സ്റേ വികിരണം, കോൾഡ് പ്ലാസ്മ ടെക്നോളജി എന്നിവയാണ് ഉയർന്നു വരുന്ന ഭക്ഷ്യ സംസ്കരണ സാങ്കേതിക വിദ്യകൾ. വിപുലീകരിച്ച സംഭരണ കാലാവധി, മെച്ചപ്പെട്ട ഭക്ഷ്യസുരക്ഷ, ഭക്ഷ്യമാലിന്യങ്ങൾ കുറയ്ക്കുക, മെച്ചപ്പെട്ട പോഷകാഹാര മൂല്യം, പരിസ്ഥിതി ആഘാതം കുറയ്ക്കൽ എന്നിവ നൂതന ഭക്ഷ്യ സംരക്ഷണ സാങ്കേതിക വിദ്യയുടെ ഗുണങ്ങളാണ്. സസ്യ അധിഷ്ഠിത മാംസം സസ്യാധിഷ്ഠിത ചേരുവകളിൽ നിന്നും ഉൽപ്പാദിപ്പിച്ചതാണെങ്കിലും മാംസത്തിൻ്റെ രുചി, ഘടന, രൂപഭാവം എന്നിവ അനുകരിക്കുന്നു. ഇതര മാംസതരങ്ങളിൽ ടോഫു, ടെമ്പെ, കൂൺ അടിസ്ഥാനമാക്കിയിട്ടുള്ള മാംസം എന്നിവ ഉൾപ്പെടുന്നു. ടോഫുവും ടെമ്പെയും സോയാബീനിൽ നിന്നാണ് നിർമ്മിക്കുന്നത്. കൂൺ ഉപയോഗിച്ച് മാംസത്തിൻ്റെ രുചിയിലും ഘടനയിലും അനുകരിക്കുന്ന ഉൽപ്പന്നങ്ങൾ ഇന്ന് മാർക്കറ്റിൽ നിലവിലുണ്ട്. സസ്യാധിഷ്ഠ മാംസത്തിൻ്റെ ആരോഗ്യ ഗുണങ്ങൾ പരമ്പരാഗത മാംസത്തേക്കാൾ കുറഞ്ഞ പൂരിത ഫാറ്റി ആസിഡുകളും ഉയർന്ന നാരുകളും
അടങ്ങിയിട്ടുണ്ട്. ഭക്ഷ്യ വിതരണ ശൃംഖലയിലുടനീളം ഭക്ഷ്യ ഉൽപ്പന്നങ്ങളുടെ വിതരണത്തിലും വിൽപ്പനയിലും വലിയ അളവിൽ ഭക്ഷണം പാഴാക്കപ്പെടുന്നു. ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ ഓർഗനൈസേഷൻ്റെ കണക്കനുസരിച്ച് മനുഷ്യ ഉപഭോഗത്തിനായി ലോകത്ത് ഉൽപ്പാദിപ്പിക്കുന്ന ഭക്ഷണത്തിൻ്റെ 1/3 വർഷം തോറും നഷ്ടപ്പെടുകയോ പാഴാവുകയോ ചെയ്യുന്നു. വികസിത രാജ്യങ്ങളിൽ ഉപഭോഗ ഘട്ടത്തിലാണ് ഭക്ഷണം അധികവും പാഴാകുന്നത്. വികസ്വര രാജ്യങ്ങളിൽ ഭക്ഷ്യനഷ്ടം പ്രധാനമായും പ്രാരംഭ കാർഷിക ഉൽപ്പാദനത്തിലാണ് സംഭവിക്കുന്നത്. പ്രതികൂല കാലാവസ്ഥയും മോശം കാർഷിക വിഭവങ്ങളുടെ പരിപാലനവും മൂലമാണ് ഇത് സംഭവിക്കുന്നത്. ഭക്ഷ്യ വ്യവസായ മാലിന്യങ്ങൾ വൈവിധ്യമാർന്നതാണ്. പഴം, പച്ചക്കറി സംസ്കരണ മാലിന്യങ്ങൾ, പാനീയ വ്യവസായത്തിൽ നിന്നുള്ള മാലിന്യങ്ങൾ, മത്സ്യമാംസ വ്യവസായ മാലിന്യങ്ങൾ, ക്ഷീര വ്യവസായത്തിൽ നിന്നുള്ള മാലിന്യങ്ങൾ, പഞ്ചസാര സംസ്കരണ വ്യവസായം എന്നിവയാണ്. പഴം, പച്ചക്കറി സംസ്കരണ വ്യവസായത്തിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന മാലിന്യങ്ങൾ പ്രധാനമായും പഴം, പച്ചക്കറി തോലുകൾ, വിത്തുകൾ, ജ്യൂസ് ഉണ്ടാക്കിയ ശേഷം ലഭിക്കുന്ന ചണ്ടി എന്നിവയാണ്. ഇവ വിവിധ തരം എൻസൈമുകൾ, ജൈവ ഇന്ധനങ്ങൾ, ബയോപോളിമർ എന്നിവയുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നു. മത്സ്യമാംസ വ്യവസായത്തിൽ നിന്നുള്ള മാലിന്യങ്ങൾ ചെതുമ്പൽ, തൂവലുകൾ, അസ്ഥികൾ എന്നിവയാണ്. ഇവ എല്ലുപൊടി, ജലാറ്റിൻ, കെരാറ്റിനേസ് പോലുള്ള എൻസൈം നിർമ്മാണത്തിനായി ഉപയോഗിക്കുന്നു. ക്ഷീര വ്യവസായത്തിൽ നിന്നുള്ള പ്രധാന മാലിന്യം വേ ആണ്. ഇത് വേ പാനീയങ്ങളുടെ നിർമ്മാണത്തിനായി ഉപയോഗിക്കുന്നു. പഞ്ചസാര നിർമ്മാണ വ്യവസായത്തിൽ നിന്നുള്ള പ്രധാന മാലിന്യം കരിമ്പിൻ ചണ്ടിയാണ്. ഇത് ജൈവ ഇന്ധന നിർമ്മാണത്തിനായി ഉപയോഗിക്കുന്നു. കേരളത്തിൽ TKM ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയാണ് ബിടെക് ഫുഡ് ടെക്നോളജി കോഴ്സ് ആദ്യമായി തുടങ്ങിയത്. കേന്ദ്ര സർക്കാരിൻ്റെ സഹായത്തോടുകൂടി ഒരു പഴം, പച്ചക്കറി സംഭരണ പൈലറ്റ് പ്ലാന്റ് 2007 സ്ഥാപിച്ചു. 2024 ഒരു ബേക്കറി ലാബ് സ്ഥാപിച്ചു. ഭക്ഷ്യ സാങ്കേതിക വിദ്യയുടെ എല്ലാ പ്രധാന ഉപകരണങ്ങളും വകുപ്പിലുണ്ട്. പ്രധാനമായും ഇവിടെ നടക്കുന്ന ഗവേഷണങ്ങൾ ഭക്ഷ്യ വ്യവസായ മാലിന്യത്തിൽ നിന്നും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണം, ഇതര പാക്കേജിങ്ങിനെക്കുറിച്ചുള്ള പഠനം ഇവയൊക്കെയാണ്. ഫുഡ് ടെക്നോളജിയിലെ ഏറ്റവും പുതിയ മുന്നേറ്റങ്ങൾ കൂടുതൽ സുസ്ഥിരവും കാര്യക്ഷമവും ആരോഗ്യബോധമുള്ളതുമായ ഭാവിക്ക് കളമൊരുക്കുന്നു. ഇതര പ്രോട്ടീനുകൾ മുതൽ AI ഡ്രിവൻ സിസ്റ്റം വരെ ഈ നൂതനാശയങ്ങൾ ഉപഭോക്താവിൻ്റെ അനുഭവം വർദ്ധിപ്പിക്കുമ്പോൾ ആഗോള വെല്ലുവിളികളെ അഭിമുഖീകരിക്കാനുള്ള സാധ്യത നിലനിർത്തുന്നു. ഈ സാങ്കേതിക വിദ്യകൾ വികസിപ്പിക്കുന്നത് തുടരുന്നതിനാൽ ഭക്ഷണം ഉൽപ്പാദിപ്പിക്കുന്ന രീതിയിലും പാക്കേജ് ചെയ്യുന്ന രീതിയിലും ഉപഭോഗം ചെയ്യുന്ന രീതിയിലും വിപ്ലവം സൃഷ്ടിക്കും. പഴം, പച്ചക്കറി വ്യവസായശാലകളിൽ നിന്നും ലഭിക്കുന്ന വേസ്റ്റ് ഉപയോഗിച്ച് ദ്രവിച്ചു പോകുന്നതായിട്ടുള്ള പ്ലാസ്റ്റിക്കുകൾ നിർമ്മാണത്തിനായി ഉപയോഗിക്കുന്നു. പ്രധാനമായും പോളിഹൈഡ്രോക്സൈഡ് ബ്യൂട്രേറ്റ് എന്ന ദ്രവിച്ചു പോകുന്ന ബയോപോളിമറാണ് ഉപയോഗിക്കുന്നത്. ഇത് സെൽ കൾച്ചർ ആവശ്യത്തിനായും അതുപോലെ പാക്കേജിംഗ് ആവശ്യത്തിനായും ഉപയോഗിക്കാം. ഇതുകൂടാതെ ഇതിൽ നിന്ന് കിട്ടുന്ന ഷുഗർ ഉപയോഗിച്ച് നമ്മൾ പെക്റ്റിനേസ് എൻസൈം നിർമ്മാണത്തിനായിട്ടും ഉപയോഗിക്കാം. ഈ പെക്റ്റിനേസ് എൻസൈം പ്രധാനമായും പഴങ്ങളുടെ ജ്യൂസിൻ്റെ ക്ലാരിഫിക്കേഷന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. ഈ മാലിന്യത്തിൽ നിന്നും ലഭിക്കുന്ന നാനോ സെല്ലുലോസ് പാക്കേജിംഗ് ആവശ്യത്തിനായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ ഗ്രീൻ കെമിക്കൽസ് അഥവാ ജൈവ കെമിക്കൽസായ 1,3-ബ്യൂട്ടേൻ ഡയോൾ, 2,3-പ്രൊപ്പേൻ ഡയോൾ എന്നീ ഗ്രീൻ കെമിക്കൽസിൻ്റെ നിർമ്മാണത്തിനും ഉപയോഗിക്കാവുന്നതാണ്. ഇത് സൂക്ഷ്മാണുക്കൾ ഉപയോഗിച്ച് ഈ മാലിന്യത്തിൽ നിന്നും ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. ഇതുകൂടാതെ അമൈലേസ് എൻസൈം നിർമ്മാണത്തിനും ഉപയോഗിക്കാം. അമൈലേസ് എൻസൈം ഡിറ്റർജൻറ്റ് ഇൻഡസ്ട്രിയിൽ ഉപയോഗിക്കുന്നു. ഇതുകൂടാതെ ജൈവ എത്തനോൾ നിർമ്മാണത്തിനും ഉപയോഗിക്കുന്നുണ്ട്. ജൈവ എത്തനോൾ സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന പെട്രോളുമായിട്ട് 10% ചേർത്ത് നമ്മുടെ വാഹനങ്ങളിൽ ഉപയോഗിക്കാവുന്നതാണ്. ഇതുകൂടാതെ പുതിയ ഭക്ഷ്യ പ്രോഡക്റ്റുകളുടെ നിർമ്മാണത്തിനും ഉപയോഗിക്കുന്നുണ്ട്. ഭക്ഷ്യ സാങ്കേതിക വിദ്യയിലെ നൂതന പ്രവണതകൾ
കൊല്ലം TKM ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ ഫുഡ് ടെക്നോളജി വിഭാഗം പ്രൊഫസറും ഡീൻ റിസർച്ചുമായ ഡോക്ടർ ആർ സിന്ധു സംസാരിക്കുകയായിരുന്നു ഇതുവരെ. ശാസ്ത്രലോകം സമാപിക്കുന്നു.